ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നടത്തിയായിരുന്നു. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം എക്സസ് പ്രഷർ ആണ്. ഓസ്മോസിസ് നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സേർട്ട് ചെയ്യേണ്ട മിനിമം എക്സസ് പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ ലോസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ വാൻഡോഫ് ആണ് കൊണ്ടുവന്നത്. ഗ്യാസ് ലോസ് പോലെ തന്നെയാണ് ഈ ലോസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഈ ആദ്യത്തെ ലോ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ബോയിൽ വാൻഡോഫ് ലോ ആണ്. അതിങ്ങനെയാണ് പറയുന്നത്: ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോളാർ കോൺസെൻട്രേഷൻ എന്നാണ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയാണ് ഒരു സൊല്യൂഷന്റെ വെച്ചിരിക്കുന്നതെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആനുപാതികമായിരിക്കും, അല്ലെങ്കിൽ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി എം, പൈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നും ഇവിടെ എഴുതിയിരിക്കുന്നത്. വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ദി സൊല്യൂട്ട് ആണ്. ഇതുപോലെ തന്നെ ചാൾസ് വാൻഡോഫ് ലോ ഉണ്ട്. ചാൾസ് വാൻഡോഫ് ലോ പറയുന്നത് കോൺസെൻട്രേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്, ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കെൽവിൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ പൈ ആണ് ഓസ്മോട്ടിക് പ്രഷർ എങ്കിൽ പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചാൾസ് ലോയും പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്നാണ് നമ്മളവിടെ പറയുന്നത്. അത് തന്നെയാണ് പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഇനി അവഗാഡ്രോ വാൻഡോഫ് ലോ ഉണ്ട്. അവഗാഡ്രോ വാൻഡോഫ് ലോ പറയുന്നത് ഇക്വിമോളാർ സൊല്യൂഷൻസ് ഓഫ് ഡിഫറെന്റ് സൊല്യൂട്ട്സ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എക്സേർട്ട് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ. രണ്ട് സൊല്യൂഷൻസ് ഡിഫറെന്റ് സൊല്യൂട്ട് ആണ്, പക്ഷെ കോൺസെൻട്രേഷൻ സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ അവർക്ക് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കും. അതായത് ഓസ്മോട്ടിക് പ്രഷർ ഏത് സൊല്യൂട്ടാണ് നമ്മൾ എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല, പകരം എത്ര സൊല്യൂട്ടിനെയാണ് നമ്മൾ എടുക്കുന്നത് അതാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഉപ്പായാലും പഞ്ചസാരയായാലും ഏത് സൊല്യൂട്ടായിട്ട് എടുത്താലും ഓസ്മോട്ടിക് പ്രഷർ സെയിം കോൺസെൻട്രേഷനും സെയിം ടെമ്പറേച്ചറും ആണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആയിരിക്കും. ഇനി നമ്മുടെ ബോയിൽ വാൻഡോഫ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി ആണ്. അതുപോലെ ചാൾസ് വാൻഡോഫ് ലോ ആണെങ്കിൽ പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ബൈ വി വരും. വിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പൈ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി വരും. അപ്പൊ പൈ വി ഈക്വൽ ടു എസ് ടി എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ആക്കി. അപ്പൊ ഒരു കോൺസ്റ്റന്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കോൺസ്റ്റന്റ് എസിന്റെ പേര് സൊല്യൂഷൻ കോൺസ്റ്റന്റ് എന്നാണ്. ഇനി നമ്മളിവിടെ 1 മോൾ ആണ് എടുത്തിരിക്കുന്നത്. 1 മോളിന്റെ ഇക്വേഷൻ ആണ് ഇത്. n മോൾസ് ആണ് എടുക്കണമെങ്കിൽ ഇക്വേഷൻ എന്താവും? പൈ വി ഈക്വൽ ടു എൻ എസ് ടി. ഈ എസ് വാൻഡോഫ് കണ്ടുപിടിച്ചിട്ട് ഗ്യാസ് കോൺസ്റ്റന്റ് അതേ വാല്യൂ തന്നെയാണ് വരുന്നത്. അപ്പൊ എസ് മാറും, ഏകദേശം സെയിം ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷനെ എസ് മാറ്റിയിട്ട് ആർ ഇടാം. അപ്പൊ പൈ വി ഈക്വൽ ടു എൻ ആർ ടി. ഇത് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പോലെ തന്നെയുണ്ട്, പി വി ഈക്വൽ ടു എൻ ആർ ടി പോലെ. ഈ ഇക്വേഷന്റെ പേരാണ് വാൻഡോഫ് ഇക്വേഷൻ ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ ഓർ വാൻഡോഫ് ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷന് വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാം. പൈ വി ഈക്വൽ ടു എൻ ആർ ടി ആണെങ്കിൽ വിനെ താഴേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താഴേക്ക് വരും. അപ്പൊ പൈ ഈക്വൽ ടു എൻ ബൈ വി ആർ ടി. അപ്പൊ പൈ ഈക്വൽ ടു സി ആർ ടി, കാരണം എന്താ? എൻ ബൈ വി ഈക്വൽ ടു സി ആണ്. സി ദ മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഇനി എൻ എന്താന്ന് എല്ലാവർക്കും അറിയാണ്ടാവും, സൊല്യൂട്ട് ആണ് എൻ. എൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ എം ആണ്. W is the weight of the solute and M is the molecular mass of the solute. അപ്പൊ പൈ വി ഈക്വൽ ടു W by M R T അങ്ങനെ എഴുതാം. കാരണം എന്താ? N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W by M ആണ്. ഇനി എമ്മിന്റെ ഇക്വേഷൻ ഇവിടുന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. എമ്മിനെ ഇക്വേഷൻ ഇപ്പുറത്ത് കൊണ്ടുവരിക, അപ്പൊ അവിടെയുള്ള പാരാമീറ്റേഴ്സ് താഴേക്ക് വരും. എമ്മിന്റെ ഇക്വേഷൻ എന്താ? M ഈക്വൽ ടു W R T by പൈ വി. അപ്പൊ മോളിക്കുലർ മാസ് ഓഫ് എ സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് WRT by pi V ആണ്. Measurement of osmotic pressure, Berkeley and Hartley's method. Berkeley's and Hartley's method വഴി ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള അപ്പാരറ്റസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പാരറ്റസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നടുവിലത്തെ കമ്പാർട്ട്മെന്റ് പോറസ് സ്പോട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോറസ് സ്പോട്ട് സെമി പെർമിയബിൾ ആക്കാൻ വേണ്ടി കോപ്പർ ഫെറോസൈനൈഡ് കൂട്ടി ചെയ്തിട്ടുണ്ട്. ഇത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതിൽ നമ്മൾ പ്യോർ സോൾവെന്റ് ആയ വാട്ടറിനെ എടുത്തിട്ടുണ്ട്.
ഇനി ഈ സെൻട്രൽ കമ്പാർട്ട്മെന്റ് മുകളിലും താഴെയായിട്ട് ഒരു സ്റ്റീൽ വെസലില് സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏത് സൊല്യൂഷന്റെയാണ് ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യേണ്ടത്, ആ സൊല്യൂഷൻ ആണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇനി സെൻട്രൽ കമ്പാർട്ട്മെന്റിലുള്ള വാട്ടറുമായിട്ട് ഒരു കാപ്പിലറി ട്യൂബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൊല്യൂഷനിൽ ഒരു പിസ്റ്റൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിസ്റ്റണിനെ ഭയങ്കരമായിട്ട് താഴ്ത്തുന്നു. പിസ്റ്റണിനെ ഭയങ്കരമായിട്ട് താഴ്ത്തുന്നതനുസരിച്ച് എന്താ പറയാ, സൊല്യൂഷൻ അമർന്നു വരും. അമർന്നു വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുപോലും സോൾവെന്റ് ഈ സൊല്യൂഷനിലേക്ക് ട്രാവൽ ചെയ്യില്ല, അല്ലെങ്കിൽ കടന്നു പോകില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാട്ടർ എന്ന് പറഞ്ഞ പ്യുവർ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് നീങ്ങാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കാപ്പിലറി ട്യൂബിലുള്ള ലെവല് താഴാൻ നമ്മൾ അനുവദിക്കരുത്. കാപ്പിലറി ട്യൂബിലുള്ള ലെവല്, വാട്ടറിന്റെ ലെവല് താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുറച്ച് വെള്ളം സൊല്യൂഷനിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിസ്റ്റൺ നന്നായിട്ട് താഴ്ത്തുന്നത്. അപ്പൊ കാപ്പിലറി ലെവലില് വെള്ളം താഴാത്ത വിധത്തിൽ നമ്മൾ പിസ്റ്റൺ അമർത്തി പിടിക്കുന്നു. എന്നിട്ട് പ്രഷർ ഗേജിൽ എത്ര പ്രഷർ അപ്ലൈ ചെയ്തെന്ന് നോക്കുന്നു. അതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഇങ്ങനെയാണ് ബെർക്ക്ലീസ് ആൻഡ് ആർട്ട്ലീസ് മെത്തേഡ് ചെയ്യുന്നത്. ഈ മെത്തേഡ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഭയങ്കര ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല സെമി പെർമിബിൾ മെംബ്രെയിനിൽ ഒരു സ്ട്രെയിനും വരാത്തത് കൊണ്ട് സെമി പെർമിബിൾ മെംബ്രെയിന്റെ ബേസ്റ്റിംഗ് നമുക്ക് ഒഴിവാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് സെമി പെർമിബിൾ മെംബ്രെയിന് കൈകാര്യം ചെയ്യാം. അത് മാത്രമല്ല സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഒരിക്കലും ഇവിടെ മാറുന്നില്ല. അതാണ് ബെർക്ക്ലീസ് മെത്തേഡ് കൊണ്ടുള്ള ഗുണങ്ങള്. So that is all. ഈ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ആണ്, ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. പൈ വി ഈക്വൽ ടു NRT ആണ് നമ്മുടെ വാൻ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് N എന്ന് പറഞ്ഞാൽ W/M ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, W/M. അങ്ങനെയാണെങ്കിൽ M ന്റെ ഇക്വേഷൻ എന്താ, M ഈക്വൽ ടു WRT/πV. ഇതാണ് M ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ മോളിക്കുലർ മാസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടെങ്കിൽ ഒരേ ടെമ്പറേച്ചറിൽ അവരുടെ മോളാർ കോൺസെൻട്രേഷനും സെയിം ആവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സൊല്യൂഷൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. അപ്പൊ ഇങ്ങനത്തെ സൊല്യൂഷൻസ് നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിന്റെ അപ്പുറവും ഇപ്പുറത്തും എടുത്തു വെക്കുവാണെങ്കിൽ ഒരു ഓസ്മോട്ടിക് ഫ്ലോയും ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സൊല്യൂഷൻസ് നീങ്ങേയില്ല, അവരുടെ വേപ്പർ പ്രഷറും സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് യൂറിയ ഐസോട്ടോണിക് ആണ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ആയിട്ട്, ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി പെർമിയബിൾ മെംബ്രെയിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കുന്ന സൊല്യൂഷൻസിന് സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഓസ്മോട്ടിക് ഫ്ലോ നടക്കാതെ ഇരിക്കും. അതിനെയാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. A solution is said to be hypertonic with respect to another if it has a higher osmotic pressure. ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടെങ്കിൽ അതാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇതുപോലെ തന്നെ കുറവ് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കാവുന്നതാണ്. നമുക്ക് പ്രോബ്ലം ഒരെണ്ണം ചെയ്യാം. കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് an aqueous solution of sucrose that contains 0.01 kilogram of sucrose per dm cube at 298 Kelvin. അപ്പൊ പൈ വി ഈക്വൽ ടു W/MRT ആണ് നമ്മുടെ ഇക്വേഷൻ, വാൻ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ. അതില് വി എന്ന് പറയുന്നത് പെർ ഡെസിമീറ്റർ ക്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 1 × 10⁻³ മീറ്റർ ക്യൂബ് ആണ്, ഡെസിമീറ്ററിനെ മീറ്റർ ആക്കുന്നു. W തന്നിട്ടുണ്ട് 0.01 കിലോഗ്രാം. M സൂക്രോസ് ആയതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 342 എന്ന് കണ്ടെത്തണം. അപ്പൊ അതിനെ ഗ്രാമിനെ കിലോഗ്രാം ആക്കി കഴിഞ്ഞാൽ 0.342 വരും. 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 8.314 ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T 298 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ പൈ ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? അപ്പൊ പൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് WRT/MV. അപ്പൊ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.01 × 8.314 × 298 ഡിവൈഡഡ് ബൈ 0.342 × 1 × 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് 7.244 × 10⁻⁴ Newton per meter square.
അല്ലെങ്കിൽ ന്യൂട്ടൺ m⁻². ഇത് ഇക്വേഷൻ ആയിട്ട് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ബുക്കിൽ ചെയ്ത് നോക്കുക. ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് an aqueous solution containing 10 gram of glucose in 600 ml of it at 27 degree centigrade. ഇത് മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേപോലത്തെ പ്രോബ്ലം ആണ്. ആൾക്കൂടി വ്യത്യാസം വോളിയം 600 ml എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് മാറ്റി ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്ത ഒരു ടേം ആണ് പഠിക്കാൻ പോകുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ്, അതായത് ഓസ്മോസിസിന്റെ എതിർ ദിശയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കാവുന്നതാണ്. ഇപ്പൊ റിവേഴ്സ് ഓസ്മോസിസിൽ നമ്മൾ ഇങ്ങനെയാണ് ഒരു കമ്പാർട്ട്മെന്റ് എടുക്കുക, 2 കമ്പാർട്ട്മെന്റ് എടുക്കുക. അതിന്റെ കൃത്യം നടുവില് സെമി പെർമിയബിൾ മെംബ്രെയിൻ വെക്കുക. ഒരു കമ്പാർട്ട്മെന്റിൽ സൊല്യൂഷൻ എടുത്ത് വെക്കുക, മറ്റേ കമ്പാർട്ട്മെന്റിൽ വാട്ടർ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പിസ്റ്റൺ ഉണ്ട്, സൊല്യൂഷന്റെ സൈഡിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. സൊല്യൂഷന്റെ സൈഡിൽ നമ്മൾ അമർത്തുവാണ്. പിസ്റ്റൺ വെച്ച് ഈ സൊല്യൂഷനെ അമർത്തി കഴിയുമ്പോ സാധാരണയായിട്ട് സംഭവിക്കാം ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മള് അമർത്തുന്നു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷനിലുള്ള സോൾവെന്റ് മോളിക്യൂൾസ് ഇങ്ങോട്ടേക്ക് നീങ്ങാൻ വേണ്ടിയാണ്. അതായത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്താലാണ് ഇത് സംഭവിക്കുള്ളൂ. സാധാരണ രീതിയിലാണെങ്കിൽ എന്താ പറയാ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്കാണ് നീങ്ങുക. ഇവിടെ നമ്മൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസ് സൊല്യൂഷനിൽ നിന്ന് പ്യുവർ സോൾവെന്റിലേക്ക് നീങ്ങും മെംബ്രെയിനിന്റെ ഉള്ളിൽ കൂടെ. ഈ ഫിനോമിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. റിവേഴ്സ് ഓസ്മോസിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് കടൽ വെള്ളത്തിന്റെ ഉപ്പ് കളയാനാണ്. എന്നിട്ട് അതിന് കുടിവെള്ളം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന കുടിവെള്ള കുപ്പികളിലെല്ലാം എഴുതിയിട്ടുണ്ടാവും പ്യൂരിഫൈഡ് ബൈ റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ RO മെത്തേഡ് എന്ന്. RO മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡാണ്. ഒന്നും കൂടെ പറയാണ്, the flow of solvent when a pressure greater than osmotic pressure is applied on a solvent, there occurs a flow of solvent from the concentrated site to the dilute site or from the solution to the pure solvent, and this phenomenon is called a reverse osmosis. ഞാൻ പറഞ്ഞു റിവേഴ്സ് ഓസ്മോസിസിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കടൽ വെള്ളവും പിന്നെ കായൽ വെള്ളവും ഉപ്പ് കളയാനാണ്. ഇത് പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല കുടിവെള്ളം ഇല്ലാത്ത രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ, ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉപ്പുവെള്ളം നമ്മൾ ഈ കമ്പാർട്ട്മെന്റിൽ വെക്കുന്നു, ഫ്രഷ് വാട്ടറിന് ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ വെക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ടാവും. പിസ്റ്റൺ നന്നായി അമർത്തുക. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പിസ്റ്റൺ അമർത്തുക. ഈ സെമി പെർമിയബിൾ മെമ്പറിലൂടെ ഈ സോൾവെന്റ് ഈ ഫ്രഷ് വാട്ടറിലേക്ക് നീങ്ങും. ഇവിടെ ഒരു ടാപ്പ് ഉണ്ടാവും. ആ ടാപ്പിൽ നിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. അവസാനം ഇതിന്റെ ഉള്ളില് ബ്രൈൻ മാത്രമാവും. ബ്രൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് മാത്രം. ആ ഉപ്പിനെ നമുക്ക് ഈ ഇപ്പുറത്തെ ടാപ്പിലൂടെ എടുക്കാവുന്നതാണ്. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ് ടെക്നിക്ക് വഴി ഉപ്പുവെള്ളം കുടിവെള്ളമാക്കുന്ന പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബോട്ടിൽഡ് മിനറൽ വാട്ടറും ഹൗസ് ഹോൾഡ് വാട്ടർ പ്യൂരിഫയേഴ്സിനുമാണ്. ബോട്ടിൽ മിനറൽ വാട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ വാങ്ങിക്കുന്ന കുടിവെള്ള കുപ്പികളൊക്കെ ഉള്ള വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. എന്താ പറയുക, ഒരു കമ്പാർട്ട്മെന്റില് ചീത്ത വെള്ളം എടുക്കുക, മറ്റേ കമ്പാർട്ട്മെന്റിൽ നല്ല വെള്ളം എടുക്കുക. എന്നിട്ട് ചീത്ത വെള്ളത്തിന്മേ പ്രഷർ ചെലുത്തുക. അപ്പൊ സോൾവെന്റ് അവിടുന്ന് നല്ല വെള്ളത്തിലേക്ക് നീങ്ങും. ഇനി ഹൗസ് ഹോൾഡ് വാട്ടർ പ്യൂരിഫയേഴ്സിനും നമ്മൾ ഈ റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ ടാപ്പിന്റെ അവിടെ ഘടിപ്പിക്കാവുന്ന അക്വാഗാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അത് നമ്മള് കുടിവെള്ള ടാപ്പിന്റെ കൂടെ പിടിപ്പിക്കുന്നതാണ്. അപ്പൊ അതിങ്ങനെ പ്യൂരിഫൈ ചെയ്യും വെള്ളത്തിന്. അത് മാത്രല്ല ഈ റിവേഴ്സ് ഓസ്മോസിന് ശേഷം ചിലപ്പോൾ ചില ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് UV ലാമ്പും അതിന്റെ കൂടെ ഉണ്ടാവും. UV ലാമ്പിന്റെ
അടിയിലൂടെ കടത്തി വിട്ടിട്ട് എല്ലാ അണുക്കളെയും കൊല്ലും. അങ്ങനെ നമുക്ക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ കുടിക്കാൻ കിട്ടും. ഈ അടുത്ത ആപ്ലിക്കേഷൻ വേസ്റ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ്. വേസ്റ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമ്മൾക്ക് റെയിൻ വാട്ടർ അല്ലെങ്കിൽ എന്താ പറയുക വേസ്റ്റ് വാട്ടർ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം വേറെ നല്ല വെള്ളത്തിന്റെ സ്രോതസ്സുകൾ ഇല്ലാത്തവിടത്ത് എന്താ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിച്ചാൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രിയിലാണ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ചിലപ്പോൾ ചില ലിക്വിഡ്സ്, മിൽക്ക്, ഫ്രൂട്ട് ജ്യൂസ് അങ്ങനത്തെ ലിക്വിഡ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അതായത് അതിൽ നിന്ന് വെള്ളത്തിന്റെ അംശം കുറയ്ക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് നല്ല കട്ടിപ്പാലും കട്ടിയുള്ള ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് നമുക്ക് ഇതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഡയറി ഇൻഡസ്ട്രിയിൽ മിൽക്ക് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വൈൻ ഇൻഡസ്ട്രിയിൽ നല്ല കട്ടിയുള്ള വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല രുചിയുള്ള നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസും സിറപ്പും ഉണ്ടാക്കാൻ വേണ്ടിയും റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, താങ്ക് യു.